ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പാചകവാചകം. അപ്പോൾ ഇതാ നമ്മുടെ റമദാൻ ഡേ 1 ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ കമൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അത്ര കാര്യമായിട്ട് വലിയൊരു വീഡിയോ ഒന്നും ആയിരുന്നില്ല, ചെറിയൊരു വീഡിയോ ആയിരുന്നു. എന്നാൽ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നി. അതുപോലെ തന്നെ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഇൻട്രസ്റ്റൊക്കെ കാണുമോ, അവസാനം വരെ ഇടുമോ, 30 ദിവസമെങ്കിലും ഇടണേ. അങ്ങനെ നല്ല നല്ല കമൻറ്റ്സ് കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം, അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നിപ്പോൾ കൂടുതലും നമ്മുടെ റമദാൻ ഡേ 1 ആയിട്ട് എല്ലാവരുടെ വീട്ടിലും തന്നെ പത്തിരി ഇറച്ചിയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളപ്പത്തിൻ്റെ മാവിന് ഇറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫ് കറി, പത്തിരി വേണ്ട, ബീഫ് കറിയും വെള്ളയപ്പം ആക്കാമെന്ന് വിചാരിച്ചു. പത്തിരി ഉണ്ടാക്കി നിൽക്കുമ്പോൾ കുറച്ചധികം ടൈം പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെള്ളയപ്പം ആക്കാം, പിന്നെ ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ദിവസം പത്തിരി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബീഫ് കറിക്കുള്ളത് ഞാൻ ഇതുപോലെ ബീഫ് മാത്രമായിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഉലുവയും അതുപോലെ പെരിഞ്ചീരകവും കുരുമുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ എല്ലാം കൂടെ പുരട്ടി അങ്ങ് വേവിക്കലാണ് പതിവ്. നിങ്ങളെൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വഴറ്റിയിട്ടും വെക്കാറുണ്ട് കേട്ടോ. ചിലപ്പോൾ കുക്കറിലിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് ബീഫ് ഇട്ട് വെക്കും, ചിലപ്പോൾ ഇതുപോലെ വേറെ തന്നെ വേവിച്ചിട്ട് വഴറ്റിയതിലേക്ക് ചേർത്തിട്ടും വെക്കും കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ എന്തായാലും അത് വഴറ്റുന്ന കൂടെ തന്നെ ഇപ്പുറത്ത് കുറച്ച് സവാള എന്തായാലും വഴറ്റിയെടുക്കുകയാണ്. വൈകുന്നേരം കടയിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് ആക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് വഴറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്നാണ് കേട്ടോ. രാവിലെ ഒരു കൺഫ്യൂഷനിലായിരുന്നു എന്തുണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അധികം പൊരിക്കൽ വേണ്ട എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അറിയില്ല കേട്ടോ, അവസാനം ആകുമ്പോഴത്തേക്കിനും പൊരിയും കറിയൊക്കെ ആകുമില്ലെന്നൊന്നും അറിയില്ല. എന്തായാലും തൽക്കാലം പോകുന്നിടം വരെ പൊരിയൊന്നും ഇല്ലാണ്ട് മധുരമൊക്കെ കുറച്ചിട്ട് പോവട്ടെ എന്നുള്ളതാണ് കേട്ടോ മൈൻഡിലുള്ളത്. പിന്നെ എന്നാലും ചില ദിവസങ്ങളിലൊക്കെ ഹാദക്കുട്ടനും എല്ലാ ദിവസവും നോമ്പെടുക്കണം എന്നും പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അവനും കൂടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഉണ്ടാക്കാതിരിക്കാൻ കഴിയൂല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ ഞാൻ മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബീഫിൻ്റെ സവാളൊക്കെ ഒന്ന് വഴറ്റി കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ വേവിക്കുമ്പോഴും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒക്കെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ബീഫ് ഒന്ന് വേവുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ അടിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ താൻ നോക്കിയപ്പോൾ ബീഫ് നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വീണ്ടും വിസിലടുപ്പിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വെന്തം കളഞ്ഞു പോകും. അപ്പോൾ അതൊരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഫ് മാറ്റിയിട്ട് അതിൻ്റെ ഗ്രേവിയിലേക്ക് നമ്മൾ ഈ വഴറ്റി വെച്ചിട്ടുള്ള മസാല ഇട്ടിട്ട് ഒരടി അടുപ്പിച്ചെടുത്തിട്ട് ഒന്നിച്ച് ചേർക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനത്തെ ഗ്രേവിയിലേക്ക് സവാളയൊക്കെ വഴറ്റിയത് ഇട്ട് കൊടുത്ത് ഒരു 2 വിസിലടുപ്പിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കഞ്ഞിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇച്ചിരി ചുക്കും കുറച്ച് വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ രാത്രി ആകുമ്പോഴത്തേക്കിനും അതിൽ കുറച്ച് തേങ്ങ അരച്ചൊഴിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മുടെ കഞ്ഞി എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ മസാലയൊക്കെ വെന്ത് വന്ന സമയത്ത് നമ്മളതൊരു ബീഫിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് അടച്ച് വെച്ച് കൊടുത്ത് നമുക്കൊരു 10-15 മിനിറ്റ് നല്ല ചെറിയ തീയിലൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോഴത്തേക്കിനും ബീഫ് കറി നന്നായി കുറുകി വന്നോളും. അത്രയും വരെയാണ് കടയിൽ പോകുന്നതിന് മുന്നേ ചെയ്ത് വെച്ചത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ 4:30 ആയപ്പോഴാണ് ബാക്കി പരിപാടികൾ. ഞാൻ വന്നപ്പോഴത്തേക്കിനും ഉമ്മ ഇതാ കഞ്ഞിയൊക്കെ അടുപ്പിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉമ്മ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ എത്തോ ഇല്ലെന്ന് അറിയാനായിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. എന്തായാലും അപ്പം തന്നെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 4:30-5 മണി ആ ഒരു ടൈമിൽ ഞാൻ എത്തി. പിന്നെ വേഗം തന്നെ ജ്യൂസ് അടിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. തണ്ണിമത്തൻ ജ്യൂസ് ആക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് പിന്നെ ഞാൻ സ്നാക്ക് ഉണ്ടാക്കണമല്ലോ. നമ്മൾ മസാലയൊക്കെ രാവിലെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചു, കുറച്ച് മൈദപ്പൊടി, ഉപ്പ്, പിന്നെ ബീട്രൂട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല നേരിയതായിട്ടുള്ളൊരു ബാറ്ററാക്കി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ ആ ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നൈസായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് വെച്ച് ചുരുട്ടി എടുത്തിട്ട് പിന്നെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാല ആക്കി കൊടുക്കുവാണ്. ചിലപ്പോൾ തോന്നാം എണ്ണയില്ലാണ്ട് എടുത്തിട്ട്, എണ്ണയില്ലാണ്ട് അങ്ങനെ ഹെൽത്തി ആയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് മൈദ കൊണ്ടാണോ ഉണ്ടാക്കുന്നതെന്ന്. ഗോതമ്പ് പൊടിയോടെ ഉണ്ടാക്കാം കേട്ടോ, പക്ഷെ എന്നാലും ഒരു ടേസ്റ്റ് മൈദ തന്നെയാണ്. അപ്പോൾ എന്തായാലും അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തൊക്കെ എടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബീട്രൂട്ട് ചേർത്തത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്, വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മളെന്തായാലും ഒരു കാര്യം ചെയ്യല്ല, അപ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഹാദക്കുട്ടനൊക്കെ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിക്കോളുമല്ലോ കളറൊക്കെ കാണുമ്പോഴേ. അപ്പോൾ എന്തായാലും അത് നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് 2 സൈഡും മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്.
ഇതും വേണമെങ്കിൽ നമുക്ക് റോളായിട്ട് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം കേട്ടോ. ബ്രെഡ് ക്രംസിലും മുട്ടയിലും മുക്കിയിട്ട് അങ്ങനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തിട്ടും എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഒന്ന് മുട്ടയിൽ കോട്ട് ചെയ്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്നും ആക്കി എടുത്തിട്ടുണ്ട്. നമ്മളൊരു 5-6 എണ്ണ ഇതുപോലെ തന്നെ ദോശകൾ റെഡിയാക്കിയിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ട് ഇതുപോലെ റോളാക്കി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഒന്നാം ദിവസത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ശരിക്കും ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞുകൊണ്ട് തന്നെ ഇന്നിവിടെ നോമ്പ് തുറക്കലിന് അതായത് നമ്മൾ ബീഫ് കറിയും വെള്ളയപ്പമൊന്നും എടുക്കേണ്ടി പോലും വന്നില്ല കേട്ടോ. കാരണം പള്ളിയിൽ നിന്ന് 2 ബിരിയാണിയും കിട്ടി. അതുകൊണ്ട് തന്നെ എല്ലാവരും അതൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് കേട്ടോ. പിന്നെ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതേ ബീട്രൂട്ടിൻ്റെ ആ ദോശ ഞാൻ ബാക്കിയുള്ളത് ഇതുപോലെ അങ്ങ് ആക്കി എടുത്തിട്ട് അതിലൊരു അല്പം നെയ്യും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടി അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു റോള് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മുട്ടയും കുറച്ച് പാലും കുറച്ച് മല്ലിയിലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടർ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു റോള് ഈ ഒരു മുട്ട മിക്സിൽ മുക്കിയിട്ട് ഒന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആക്കി എടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ടേസ്റ്റ് കൂടും. പക്ഷേ ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറിയിട്ട് ആ ഒരു ഭംഗിയുള്ള കളർ അങ്ങോട്ട് നഷ്ടപ്പെടും കേട്ടോ. പക്ഷേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ചായേൻ്റെ ജ്യൂസിൻ്റെ ഒക്കെ ഒപ്പം നല്ലതാണ്. അതുപോലെ നല്ല ഫില്ലിങ്ങുമാണ്. ഈ ഒരു മൈദ ഉപയോഗിക്കുന്നതിന് പകരം ഗോതമ്പ് പൊടിയൊക്കെ ആക്കുവാണെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. മീൻസ് ഹെൽത്തി ആയിട്ട് കുറച്ചും കൂടെ നന്നായിരിക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമൻസിൽ പറയണം കേട്ടോ. ബീട്രൂട്ട് പകരം പുതിനയും മല്ലിയിലും ചേർത്ത് കഴിഞ്ഞാൽ പച്ച കളറിലും ഈ റോൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ കുറച്ച് റാഗിയാണ്, അത് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്, ഒന്ന് കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഇന്നലെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ് ഇട്ടാണ് കേട്ടോ. മധുരത്തിന് പകരം നമ്മൾ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു ചെറിയ പിസ്സ പോലെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് ചിക്കൻ ഒന്ന് പൊരിച്ചെടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. അതിലേക്ക് ക്യാരറ്റ്, സവാള, തക്കാളി, മല്ലിയില, വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ട് സവാളയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടൻ ഇത് നോമ്പ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞതാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി തരണം നോമ്പ് തുറക്കാനെന്ന്. അതുകൊണ്ടാണ് ഇതും കൂടെ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്നുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ ഇതുപോലെ നമ്മൾ ബ്രെഡ് സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡൊന്ന് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പുറത്തേക്ക് ചീസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിസ്സ സോസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ അതൊന്നും ചേർക്കണില്ല. അതുപോലെ സോസും ഞാൻ അങ്ങനെ ചേർക്കണില്ല കേട്ടോ. വേണമെങ്കിൽ പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആണെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ചീസ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ്റെ ഒരു 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് ബീഫിൻ്റെ ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ആ ഒരു മിക്സ് ചെയ്ത് ഞാനൊരു 2 പോർഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഉമ്മയ്ക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് ചീസും കൂടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ആക്കി കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരല്പം സോസ് ഇങ്ങനെ ഹാദക്കുട്ടിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം അതും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതും വളരെ പെട്ടെന്ന് റെഡി ആവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ആയിട്ടുണ്ട്. ചീസൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാറ്റാം. ഇനിയിപ്പോൾ വേവാനുള്ളതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നോമ്പ് തുറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ വെള്ളയപ്പം ബീഫ് ഒന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. ഇന്നലെ അത് തൊട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കറി തന്നെയാണ് ഞങ്ങൾ പിറ്റേ ദിവസം ഇനിയിപ്പോൾ എടുക്കാൻ പോണത്. അപ്പോൾ ഐറ്റംസൊക്കെ റെഡിയാക്കി ടേബിളിൻ്റെ പുറത്തോട്ട് കൊണ്ടുവച്ചു. മൊത്തത്തിലൊരു റോസ് മയമായിരുന്നു കേട്ടോ ഇന്നലെ. ആ ഒരു നടുക്കിരിക്കുന്ന തണ്ണിമത്തനാണെങ്കിലും പിന്നെ അപ്പാണെങ്കിലും പിന്നെ നമ്മുടെ ജ്യൂസ് ആണെങ്കിലും ഒക്കെ ഈ ഒരു കളറായിരുന്നു കേട്ടോ. ഒരു ബീട്രൂട്ട് കളറായിരുന്നു. പിന്നെ നമ്മൾ ചായയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് വെള്ളം കുടിക്കാനെടുത്തപ്പോൾ അതിനും ഈ ഒരു കളർ കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കളറിൻ്റെ മയമായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇഫ്താർ ടേബിൾ. ഈത്തപ്പഴം, മുന്തിരി, തണ്ണിമത്തൻ, ഇത് നമ്മുടെ റാഗി കാച്ചിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിന്ന് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞിട്ടുണ്ട്. കൂടാതെ പള്ളിയിൽ നിന്ന് ബിരിയാണിയും കൂടെ കിട്ടിയപ്പോൾ അടിപൊളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡേ 1. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.